Hi friends, welcome back again. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടിട്ടുള്ള ഒരു പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മാത്സിൻ്റെ. നമ്മളിതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അന്ന് അടുത്ത ദിവസം ഏർക്ക് പ്രീമിയർ ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. ചില ടെക്നിക്കൽ പ്രോബ്ലംസും പിന്നെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഏർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സോറി. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് മാത്സിൻ്റെ ഫസ്റ്റ് വോളിയത്തിൽ, അതായത് പാർട്ട് 1 നമ്മൾ 71 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. കാറ്റഗറി 3 കേട്ടിട്ട് ഫെബ്രുവരി 2020 നടത്തിയ എക്സാമിൽ കാറ്റഗറി 3 പാർട്ട് 3 മാത്തമാറ്റിക്സ് അഥവാ സബ്ജക്റ്റ് വൈസിൽ വരുന്ന മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 71 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 71 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വോളിയത്തിൽ ചെയ്തു, അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം 101 മുതൽ 150 വരെയുള്ളത്, അതായത് 50 പ്രോബ്ലംസും 30 തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നത്. അതിൽ 30 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, ഇനി 20 പ്രോബ്ലംസും ഉണ്ട്, അതേപോലെ 30 തിയറി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലംസും അതേപോലെ തിയറി ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മീൻ ഓഫ് 5 ഒബ്സർവേഷൻ x1 plus 1, x plus 1, x plus 2, x plus 3, x plus 4 and x plus 5 is 15, then what is the mean of the first 3 observations? Option A 14, option B 15, option B 16 and option D 10. അതായത് x1 plus x plus 1, x plus 2, x plus 3, x plus 4, x plus 5 എന്ന് പറയുന്ന 5 ഒബ്സർവേഷൻ്റെ മീൻ എന്ന് പറയുന്നത്, അഥവാ അതിൻ്റെ മീൻ അഥവാ ആവറേജ് എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ 3 ആവറേജ് എത്രയെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്കിതിൽ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സംഖ്യകളെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അല്ലേ. ആവറേജ് കാണുന്നത് എങ്ങനെയാണ്, എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ x1 plus x plus 1, x plus 2, x plus 3, x plus 4, x plus 5 എല്ലാത്തിനെയും കൂട്ടിയിട്ട് 5 ടേമാണുള്ളത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. ടോട്ടൽ എത്ര എക്സുകളുണ്ട്? 5 എക്സുകളുണ്ട്. 1 മുതൽ 5 വരെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. അപ്പോൾ 5x plus 15 by 5 equal to 15. അതിൽ 5ന് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് കൊണ്ടുവരിക, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 5x plus 15 equal to 15 into 5, അത് 75 minus 5 by x കാണുമ്പോൾ എന്ത് ചെയ്യും, 15 into 5 എന്ന് പറയുന്നത് 75. ഈ പ്ലസ് 15 ഇപ്പുറം വരുമ്പോൾ മൈനസ് 15, ഇവിടുത്തെ 5 ഇപ്പുറം വരുമ്പോൾ ഡിവൈഡർ ആവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും? x equal to 12 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ടേമുകൾ കാണാലോ, 12 plus 1, 12 plus 2, 12 plus 3, 12 plus 4, 12 plus 5 അതായിരിക്കും വരിക. അപ്പോൾ എന്ത് വരും? 13, 14, 15, 16, 13, 14, 15, 16, 17. ഇതിൽ ആദ്യത്തെ 3 ടേം പറഞ്ഞാൽ ഏതാ? മീൻ ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്നാണ്, അഥവാ 13, 14, 15 അടുത്തടുത്തുള്ള സംഖ്യകളാണ് അല്ലേ. 13, 14, 15 ഒരേ സംഖ്യകൾ 1 ആണ് കൂട്ടി പോകുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം 13, 13 തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രലിലെ ടേം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മീൻ അറിയണത് എത്രയായിരിക്കും? 14. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ 3 ടേമിൻ്റെ ആവറേജ് എത്രയായിരിക്കും? 14. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is true? sin x equal to 1.2, cos x equal to minus pi, sec x equal to minus 1.23, cosec x equal to pi by 4. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ ഡൊമൈനും റേഞ്ചും ഉണ്ട്. ഈ ടേബിൾ പഠിച്ചു വെച്ചാൽ എന്താ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനും ഉണ്ട്, റേഞ്ച് ഉണ്ട്. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് അതിന് ആൻസർ വരും. അപ്പോൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇവിടെ തന്നിട്ടുള്ളത് sin x ൻ്റെ വാല്യൂ ആണ്, ഡൊമൈനാണ്, 1 point ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, എന്താ സൈനിൻ്റെ വാല്യൂ -1നും 1നും ഇടയിലേ വരുള്ളൂ. 1.2 എന്ന് പറയുന്നത് 1നേക്കാളിൽ എന്താണ്, കൂടുതലാണ്. x എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കുറവായിരിക്കണം. ഈ സിമ്പിൾ നോക്കിയാൽ അറിയാം അല്ലേ. x എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1നേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ sin x അല്ല. cos x നോക്കുകയാണെന്നുണ്ടെങ്കിൽ -π എന്നാണ് കൊടുത്തിട്ടുള്ളത്. കോസിൻ്റെ നോക്കിയേ, -π 0നേക്കാൾ വലുതായിരിക്കണം. -π എന്ന് പറയുന്നത് 0നേക്കാൾ വലുതാണോ? അല്ലല്ലോ. അപ്പോൾ കോസ് -π അല്ല. ഇനി sec x നോക്കിയേ, sec x -1.23 ആണ്. sec എവിടെ? sec ഇതാ, y equal to sec x. secൻ്റെത് -1നേക്കാൾ ചെറുതായിരിക്കണം. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 അഥവാ -1നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ -1നേക്കാൾ ചെറുതല്ലേ -1.23 എന്ന് പറയുന്നത് അല്ലേ. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വലിയ സംഖ്യക്കാണ് എന്ത് വരിക? മൈനസ് വരിക. അപ്പോൾ -1, -2 അതിലേതായിരിക്കും എന്താ ചെറുത് വരിക? -2 ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് -1നേക്കാൾ ചെറുതാകണം. അപ്പോൾ -1.23 എന്ന് പറയുന്നത് എന്താണ്? -1നേക്കാൾ ചെറുതല്ലേ. അപ്പോൾ നമുക്ക് ഏതാണെന്ന് പറയാം? ഓപ്ഷൻ സി ആണെന്ന് പറയാം അല്ലേ. ഓപ്ഷൻ സി ആണെന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആംഗിൾ ഓഫ് ദ ട്രയാംഗിൾ ഡിസ്ക്രൈബ്ഡ് ഇൻ എ റെഗുലർ ഒക്ടഗൺ as shown in the figure? 1:2:1. അതായത് ഈ ഫിഗറിൽ തന്നിട്ടുള്ള ട്രയാംഗിൾ, അവിടെ ഒരു റെഗുലർ ഒക്ടഗണിൽ ഫോം ചെയ്തിട്ടുള്ള ട്രയാംഗിൾ ആണ് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ആ ട്രയാംഗിളിൻ്റെ അഥവാ
ഞാനിപ്പോൾ ഈ റെഡിൽ മാർക്ക് ചെയ്യുന്ന ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ റേഷ്യോ ആണ് കണ്ടേ. 1:2:1 ആണോ, 1:3:1 ആണോ, 2:3:2 ആണോ, 3:4:3 ആണോ? നമുക്ക് നോക്കാം. നമ്മുടെ ഫിഗർ ഇതാണ്. ഇത് റെഗുലർ ഒക്ടഗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ ഒക്ടഗൺ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മ് കാണാലോ, ആംഗിളിന്റെ സമ്മ് കാണാലോ. n-2 × 180 = 8. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 സൈഡാണ് അല്ലേ? അപ്പോൾ 8 - 2 × 180 എന്ന് പറഞ്ഞാൽ 6 × 180 ആണ് 1080, 1080 കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ 8 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആംഗിൾ കിട്ടും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 135 ആണ്. അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 135 ആണ്. ഇനി നമുക്ക് ഇവിടെ കാണുന്ന രണ്ട് ആംഗിൾ കാണാമല്ലോ. ഇപ്പോൾ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന രണ്ട് ആംഗിളുകൾ ഇപ്പോൾ ഇതിനൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് ഫോം ചെയ്താൽ ഇപ്പോൾ ഈ റെഡ് നിങ്ങൾ കാണില്ലേ, ഇവിടെ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ 135 എഴുതിയ ഇവിടെയുള്ള ഇതിനൊരു നമ്മളൊരു ട്രയാങ്കിൾ ആക്കി കൺസിഡർ ചെയ്താൽ ഈ ആംഗിളും നമുക്ക് കാണാമല്ലോ അല്ലേ? ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 180 135 കുറച്ച് 45 ആണ്. റെഗുലർ ഒക്ടഗൺ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ രണ്ട് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെ വരും? 45/2 22.5 22.5. ഓക്കെ, അപ്പോൾ 135 22.5 22.5 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ ഈ മാർക്ക് ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ റീജിയൻ, ഇപ്പോൾ ഞാൻ ഈ റെഡ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത റീജിയൻ ഉണ്ടല്ലോ, അത് ടോട്ടൽ എത്ര സൈഡാണ് നോക്കിയേ? 1 പിന്നെ 2 3 4 5 സൈഡ് ഉണ്ട് അല്ലേ? 5 സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 540 ആണ് അല്ലേ? അപ്പോൾ ഈ ഇത് ഒരു 135, ഇവിടെ 135 ആണ്, ഇവിടെ 135 ആണ്, ഇവിടെ 135 ആണ്. കാരണം ഒക്ടഗണിൻ്റെ ആംഗിളുകളാണ്. അങ്ങനെ ആ 135 കൂട്ടിയാലാണ് എത്ര കിട്ടുന്നത്? 405 കിട്ടുന്നത്. അപ്പോൾ 540 405 കുറച്ചാൽ 135. അതായത് ഈ രണ്ട് ആംഗിളുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 135 കിട്ടണം. അപ്പോൾ അതിലൊരു ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 135/2 67.5. ഓക്കെ, ഇപ്പോൾ എല്ലാ ആംഗിളും കിട്ടിയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഈ ആംഗിൾ കാണാമല്ലോ. ഈ ആംഗിൾ ഏതാ? ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മറ്റു രണ്ട് ആംഗിൾ കാണാമല്ലോ. നമുക്കറിയാം ഈ 22.5ഉം 67.5ഉം പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 135 കിട്ടും. കാരണം അതെന്താണ്? ഒക്ടഗണിൻ്റെ ആംഗിളാണ്. അപ്പോൾ എന്ത് ചെയ്താൽ 135 ഈ 67.5ഉം 22.5ഉം കുറച്ചാൽ മതി അല്ലേ? അത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും അല്ലേ? 5 5 10 7 2 9 1 0 6 2 8 1 9 അല്ലേ? അപ്പോൾ 135 90 കുറച്ചാൽ 45. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എത്ര വരും? 45. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 45:90:45. അപ്പോൾ 45 രണ്ട് സൈഡിൽ 45 ആണ്. അപ്പോൾ നമുക്ക് 1:1 എടുക്കാം. 45ന്റെ ഡബിൾ അല്ലേ 90 എന്ന് പറയുന്നത്? അപ്പോൾ 1:2:1. ഓപ്ഷൻ എ. 1:2:1. ഓപ്ഷൻ എ. ഇനി അടുത്ത് 104ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ 2x + y = 2 ആൻഡ് 6x + 3y = -6? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4/√5, 4/3, √5/4, 4/25. അപ്പോൾ അവിടെ ലൈൻ തന്നിട്ടുണ്ട് എന്താണ്? 2x + y. നമുക്ക് അതിന്റെ സ്ലോപ്പ് ഒന്ന് കാണാം. സ്ലോപ്പ് ഈക്വൽ ടു എന്താണ്? ലൈൻ തന്നാൽ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y ആണ്. അപ്പോൾ -2 ബൈ കോഎഫിഷ്യന്റ് ഓഫ് y എന്താണ്? 1 ആണ്. അപ്പോൾ -2/1 -2 എന്ന് കിട്ടും. ഇനി വേറൊരു ലൈൻ കൂടി തന്നിട്ടുണ്ട്. 6x + 3y = -6. അതിൻ്റെയും സ്ലോപ്പ് കാണാം. എന്ത് കിട്ടും? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. അപ്പോൾ -6/3 എന്ത് കിട്ടും? -2. സ്ലോപ്പ് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. രണ്ടും എന്താണ്? -2. m1 = m2. അപ്പോൾ ലൈൻസ് എന്താണ്? പാരലൽ ആണ്. സ്ലോപ്പ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലൈൻസ് പാരലൽ ആണ്. ലൈൻസുകൾ ഏതൊക്കെയാണ്? പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് ആണ് എന്താ? മോഡ് c1 - c2 / √a² + b². നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? 2x + y = 2 നിലയിൽ -2നെ അപ്പുറം കൊണ്ടുവരുമ്പോൾ എന്തായി? -2 എന്നായി. അതേപോലെ മറ്റൊന്ന് എന്താണ്? 6x + 3y -6നെ അപ്പുറം കൊണ്ടുവന്നപ്പോൾ എന്തായി? +6 ആയി. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ c1 c2 കോൺസ്റ്റന്റ് രണ്ട് വ്യത്യാസമായിരിക്കണം. പക്ഷേ എയും ബിയും സെയിം ആയിരിക്കണം. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റും വൈൻ്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമുക്കതിനെ സെയിം ആക്കാലോ. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആവൂലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 3 6x, 3 × 1 3y, 2 × 6 മൈനസ് ആയതുകൊണ്ട് -6 = 0. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ആയാലോ. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കാണാലോ. ഡിസ്റ്റൻസ് എന്ത് വരും? c1 - c2 = √a² + b². ഫസ്റ്റത്തെ c1 നമ്മൾ എന്ത് ചെയ്തു? 6 നിർത്തും. ദെൻ മൈനസ് c2ന്റെ വാല്യൂ എത്രയാണ്? c2ന് ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റത്തെ മൈനസ് എന്ന് പറയുന്നത് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. രണ്ടാമത്തത് c2ന്റെ മൈനസ് ആണ്. അപ്പോൾ -6 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ ഉള്ളത് 6² + b എന്ന് പറഞ്ഞാൽ വൈൻ്റെ കൂടെ ഉള്ളത് 3². അപ്പോൾ 6 + 2 - 1 വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 6 + 6 12 ഡിവൈഡഡ് ബൈ √6ന്റെ സ്ക്വയർ 36, 3 × 9. അപ്പോൾ എന്ത് കിട്ടും? d = 12/√45. √45നെ നമ്മൾ എന്ത് ചെയ്യണം?
ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്കിവിടെ 12/√45 എന്ന് പറയുന്ന ഒരു ആൻസർ ഇല്ല. അപ്പോൾ നമ്മൾ √45നെ 9 × 5 ആക്കി. ഇനി 9നെ റൂട്ടിനെ പുറത്തെടുക്കുമ്പോൾ എന്താവും? 3 × √5 എന്നാവും. 12/3 × √5. 12/3 നമുക്ക് ചെയ്യാലോ. 12/3 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 ക്യാൻസൽ ആയി പോകും. മുകളിൽ എന്ത് കിട്ടും? 4/√5. 4/√5 നമ്മളുടെ ഓപ്ഷനിലില്ലേ? ഏതാണ്? ഓപ്ഷൻ എ. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4/√5. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് പോകാനുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടൈം വരുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് θ is the angle between the diagonals of the rectangle of dimension 1 cm by 3 cm, then find θ. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തീറ്റയും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ വേണ്ടിയിട്ടുള്ള ടാൻ തീറ്റ കാണാനാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ഈ റെക്ടാങ്കിളിനൊന്നും ഇങ്ങനെ മാറ്റണം. ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ഡയഗണൽ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയഗണലും ഒരു സൈഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ ഡയഗണൽസിൻ്റെ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും, θ/2. ഡയമെൻഷൻസ് തന്നിട്ടുണ്ടെന്നാണ് 1 cm by 3. അപ്പോൾ ലെങ്ത്തിനെ 3 എന്നും ബ്രെഡ്ത്തിനെ 1 എന്ന് എടുത്തും. ഇവിടെ നിന്ന് നമുക്ക് tan θ/2 കാണാമല്ലോ. tan θ/2 എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അഥവാ 1/3. ഓക്കെ, tan θ/2 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, tan 2θ = 2 tan θ divided by 1 minus tan square θ. ഓക്കെ, tan 2θ = 2 tan θ divided by 1 minus tan square θ എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2θനെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ 2θ ആണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണേ? എല്ലായിടത്തും എന്ത് ചെയ്യുക? 2 കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് വരും? by 2 വരും. എല്ലായിടത്തും എന്ത് വരും? tan θ/2. എല്ലാത്തിൻ്റെയും പകുതി കാണണം, ആംഗിളിൻ്റെ പകുതി. 2θ ആയിരുന്നു ആംഗിൾ, അങ്ങനെ വരുമ്പോൾ θ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ എല്ലാ ആംഗിളിൻ്റെയും പകുതി എടുക്കണം. അപ്പോൾ ഇവിടെ 2 × 2 ക്യാൻസൽ ചെയ്താൽ എന്താവും? θ എന്നാവും. അപ്പോൾ നമുക്ക് റിസൾട്ട് ചെയ്താലോ? tan θ = എന്ത് വരും? 2 tan θ/2. ഇവിടെ θ/2 എന്നത് എങ്ങനെ മനസ്സിലായില്ലേ? ഇവിടെ θ/2 വരുന്നത് എങ്ങനെയാണ്? ഇവിടെ tan 2θ റിസൾട്ടാണിത്. അതിനെ by 2 ചെയ്യുമ്പോൾ ഇവിടെ 2 × 2 ക്യാൻസൽ ചെയ്താണ്ട് θ എന്നാവും. ഇവിടെ എന്ത് വരും? θൻ്റെ എല്ലായിടത്തും θൻ്റെ പകുതി എടുക്കണം, ആംഗിളിൻ്റെ പകുതി എടുക്കണം. ഓക്കെ, നമ്മളിവിടെ tan θ/2 നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയാ? 1/3. ആ വാല്യൂ നമ്മളിവിടെ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? tan θ = 2 × tan θ/2 എന്നാണ്. θ/2 എത്രയാ? 1/3. അപ്പോൾ 2 × 1/3 divided by 1 minus tan square θ/2 എന്നാണ്. അപ്പോൾ 1/3ൻ്റെ സ്ക്വയർ. അതിന് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 1 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. സ്ക്വയർ കൊടുക്കുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 × 1 9 -1 8/9 എന്ന് കിട്ടും. ഇതിനെന്ത് ചെയ്യുക? തിരിച്ചിടുക. അപ്പോൾ എന്തായി? 2 8 ഇവിടെ ക്യാൻസൽ ആവും അല്ലേ? 2 8 ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 4 വരും. ദെൻ 3 9 ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? 3 വരും. ആൻഡ് 3/4. എന്തൊക്കെ ആൻസർ അതായിരിക്കും? ഓപ്ഷൻ എ 3/4. അടുത്ത ക്വസ്റ്റ്യൻ 106ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഹാസ് ദ മിഡിൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്? മിഡിൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ഇവിടെ നോക്കിയേ, എല്ലാത്തിൻ്റെയും പവർ എത്രയാണ്? 8 ആണ്. നമ്മൾ a+b² പഠിച്ചിട്ടുണ്ട്. a² + 2ab + b². അഥവാ സ്ക്വയർ വരുമ്പോൾ 3 ടേം ഉണ്ടാവും അല്ലേ? ഒന്ന് a², പിന്നെ ഒന്ന് 2ab, പിന്നെ ഒന്ന് b² അല്ലേ? a² ഉണ്ടാവും, പിന്നൊരു 2ab ഉണ്ടാവും, 2ab ഉണ്ടാവും, പിന്നൊരു b² ഉണ്ടാവും. അങ്ങനെ 3 ടേം ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ ഇടയിൽ പ്ലസ് ഒക്കെ ഉണ്ട് കേട്ടോ. എഴുതിയ ശരിയല്ലേ? a² + 2ab + b² ഉണ്ടാവും. അഥവാ സ്ക്വയർ വരുമ്പോൾ 3 ടേം ഉണ്ടാവും. സ്ക്വയർ വരുമ്പോൾ 3 ടേം ഉണ്ടാവും. അപ്പോൾ ഇവിടെ 8 വരുമ്പോൾ എത്ര ടേം ഉണ്ടാവും? 9 ടേം ഉണ്ടാവും അല്ലേ? എത്ര ടേം ഉണ്ടാവും? 9 ടേം ഉണ്ടാവും. അപ്പോൾ 9 ടേം ആണെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്താ? n+1/2 ചെയ്താൽ മതി. അപ്പോൾ 9 + 1/2 എന്താ? 5 ആയിരിക്കും എന്ത്? മിഡിൽ ടേം വരാം. 5th ടേം കണ്ടാൽ മതി എന്ത് കിട്ടാൻ? മിഡിൽ ടേം കിട്ടാൻ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുമ്പോൾ, എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചാണ് അല്ലേ? അപ്പോൾ അതാണ് ആദ്യം x² വരും, പിന്നെ ആദ്യം x⁻n വരും, പിന്നെ x⁻n−1 വരും, പിന്നെ y വരും, പിന്നെ x⁻n−2 വരും, പിന്നെ y² വരും, x⁻n−3 വരും, y³ വരും. അങ്ങനെ അല്ലേ? x കുറഞ്ഞു പോകും, y കൂടി വരും, എന്നിട്ട് x ഇല്ലാത്തൊരു ടേം. അങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, ഇവിടെ 8 ആണ് അല്ലേ? അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ ടേമിലേക്ക് വരുമ്പോൾ ഫസ്റ്റത്തേൽ പവർ 8 ആയിരിക്കും, പിന്നെ 2ാമത്തേൽ 7 ആയിരിക്കും, 3ാമത്തേൽ എത്രയായിരിക്കും? 8 7 6 5 4. x⁻⁴ എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ? x⁻⁴
4 ആയിരിക്കും. അതേപോലെ തന്നെ 1/x³ എൻ്റെ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. എടുക്കണമെങ്കിൽ 1/x³ ആണെന്നുണ്ടെങ്കിലോ അതും എന്തായിട്ടുണ്ടാവും, ആദ്യത്തെ ടേമിൽ x³, രണ്ടാമത്തെ ടേം ഉണ്ടാവില്ല. അതായത് ആദ്യത്തെ ടേമിൽ എക്സിന്റെ സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് ഉണ്ടാവില്ല. രണ്ടാമത്തേൽ പവർ 1 വരും, മൂന്നാമത്തേൽ പവർ 2 വരും, നാലാമത്തേൽ പവർ 3 വരും, അഞ്ചാമത്തേൽ പവർ 4 വരും. ഓക്കെ അല്ലേ, പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ് ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. ഇവിടെ x⁴ ആണ്. ഇതിന് നമ്മൾ കൊടുക്കുമ്പോൾ x⁴ × 3 എന്ത് വരും, x⁴12 വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ x വരും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് x അല്ല. പക്ഷെ ബി എടുത്ത് നോക്കിയേ, x⁴ 1/x⁴. ഇവിടെ x⁴ ഉണ്ട്. ഈ 4 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും, ഒരു x⁴ വരും. ആ രണ്ട് x⁴ എന്തായി പോകും, ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് വെറും 1 കിട്ടും. പിന്നെ ഒരു NCN ഉണ്ടാവും അല്ലേ, അത് നമ്പർ ആയിരിക്കും. എന്തായാലും നമുക്കറിയാലോ അത് നമ്പർ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ, എന്തായിരിക്കും കറക്റ്റ് ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ ബി, x + 1/x⁴. ഓക്കെ അല്ലേ. ഇനി അടുത്ത 107ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1? സർക്കിൾ, പരാബോള, ഹൈപ്പർബോള, എലിപ്സ്. ഓക്കെ, സർക്കിളിന്റെ എക്സെൻട്രിസിറ്റി 0, പരാബോളന്റെ വരുന്നത് 1 ആയിരിക്കും, ഹൈപ്പർബോള ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, എലിപ്സ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 വരുന്നത് എലിപ്സ്, ഓപ്ഷൻ ഡി എലിപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വേരിയൻസ് ഓഫ് ദി ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്? ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിന്റെ വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? σ² = σxi - x⁻² n. x ബാർ മീൻ എന്ന് പറഞ്ഞാൽ x ബാർ ആണ്. ഇതിന് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിന്റെ മീൻ കാണണം, എന്നിട്ട് അതിന്റെ x - മീൻ കാണണം, അതിന്റെ സ്ക്വയർ കാണണം, ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിന്റെ അഥവാ ഫസ്റ്റ് തൊട്ടുള്ള നാച്ചുറൽ നമ്പറിന്റെ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ എന്നാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ വേരിയൻസ് കാണാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതാണിത്. വേരിയൻസ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് = 1/12 × n² - 1. ഇവിടെ നിങ്ങൾ മീൻ കാണാൻ നിൽക്കണ്ട, ഒന്നും കാണണ്ട, നമ്പർ ഓഫ് ടേംസ് കിട്ടിയാൽ മതി, എത്ര ടേം ഉണ്ടെന്ന് കിട്ടിയാൽ മതി. അപ്പോൾ എന്താണ് ഇത്? ഈ x ബാർ കാണാനുള്ള ഇക്വേഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. എന്താ, n നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ കാണുക, എന്നിട്ട് x - x ബാർ കാണുക, അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ്. അപ്പോൾ n നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ കാണാനുള്ള വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/12 × n² - 1. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 1/12 × 10² - 1. 1/12 × 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 100 - 1 99. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8.25. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 8.25. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. വേരിയൻസ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് 1/12 × n² - 1. അടുത്ത്, വാട്ട് ഈസ് ദ മാക്സിമം ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഫോംഡ് ബൈ ബെൻഡിങ് എ വയർ ഓഫ് ലെങ്ത് 24 cm? അതായത് 24 cm ലെങ്ത് ഉള്ള ഒരു വയർ ബെൻഡ് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയാൽ അതിന്റെ മാക്സിമം ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 36, 30, 42, 46. ഇവിടെ നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമുക്കറിയാം എന്താ? 24 ആണ്. പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താ? 2 × l + b എന്താ? 24. അപ്പോൾ എന്ത് കിട്ടും? l + b = 24/2. അപ്പോൾ l + b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. ഇതുവരെ നമുക്ക് കിട്ടിയാലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. അതായത് എല്ലും ബിയും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 12 കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, 11 എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊന്ന് ഗുണിച്ച് നോക്കി. ഏരിയ എന്ന് പറയുന്നത് l × b ആണ്. 11 × 1 11 ആണ്. അപ്പോൾ കിട്ടൂല. അടുത്തത് 10ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 12 ആണ്. പക്ഷെ 10 × 2 എത്ര? 20 ആണ്. അടുത്ത് 9ഉം 3ഉം കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 12 തന്നെയാണ് കിട്ടുക അല്ലേ. 9ഉം 3ഉം കൂട്ടിയാൽ 12 തന്നെയാണ് കിട്ടുക. അപ്പോഴും എന്തല്ല? 3 × 27 ആണ് വരിക. അടുത്ത് 8ഉം 4ഉം 4 × 8 32 ആണ്. അതും പറ്റില്ല. അപ്പോൾ അടുത്ത് 7ഉം 5ഉം 7 × 35 ആണ്. അതും പറ്റില്ല. അടുത്ത് 6 × 6 എത്രയാ? 36 ആണ് അല്ലേ. 6 × 6 36 ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 6 × 6 എടുത്താൽ, അതായത് ഒരു സ്ക്വയർ ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അല്ലേ. 6 × 6 എത്രയാണ്? 36 ആണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് അതിന്റെ മാക്സിമം ഏരിയ എത്രയായിരിക്കും? 6 × 6. കാരണം 6ഉം 6ഉം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. കൂട്ടുമ്പോൾ 12 കിട്ടുന്ന സംഖ്യ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചെറുതാക്കി വരുമ്പോൾ ഇനി മുകളിലേക്കുള്ള സംഖ്യനെ പോവാം. 6ഉള്ളത് 5 ആവും, ഇവിടെ 7 ആവും. അപ്പോൾ മുകളിലേക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ എത്രയായിരിക്കും? 6 × 6 ആയിരിക്കും. ഇനി ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനാണ് ഇപ്പോൾ ഇത് വായിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ ഫോം ചെയ്യുക. l = x എടുക്കുക, l = x എടുക്കുക, ദെൻ b പറയുന്നത് 12 - x വരും. എന്നിട്ട് ഏരിയ കാണാൻ l × b, x × 12 - x, പിന്നെ അത് 12 - x, എന്നിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ കാണുന്നുണ്ട് കേട്ടോ, 12 - 2x f' x കാണുക.
എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എടുത്തുകൊണ്ട് അതിൽ നിന്ന് എക്സ് കാണുക, എക്സ് 6 കിട്ടും, ലെങ്ത് 6, അപ്പോൾ ബ്രെഡ്ത്ത് 12 മൈനസ് എക്സ്, ബ്രെഡ്ത്തും 6, അപ്പോൾ ഏരിയ ഈക്വൽ ടു 36. ഓക്കെ, ഒന്നെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താണ്ട് ഇതേപോലെ കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 5/2 then the sum of their squares is സം ഓഫ് നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സും 1/x എന്ന് പറയുന്നത് അത് രണ്ടും കൂടി ആഡ് ചെയ്ത 5/2 ആണ്. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം, x² + 1/x = 5/2. ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്താവും, 2 × x², അല്ലേ. ഈ 2-നെ മാത്സിൻ്റെ കുട്ടികളാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സുഖമായിരിക്കും, അതുകൊണ്ടാണ് സിംപ്ലിഫിക്കേഷൻ ഒന്നും വല്ലാതെ പറയാതെ കേട്ടോ. ഇപ്പോൾ 2-നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2 × x² + 2 × 1 2 ആണ്, = 5 × x 5x. അപ്പോൾ 2x² മൈനസ് ഈ 5-നെ അപ്പുറം കൊണ്ടുവരുമ്പോൾ -5x ആവും, +2 അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, -b + or -b² - 4ac/2a വെച്ച് ചെയ്യുക, -5 + or -5² -4 × 2 × 2. ഓക്കെ, b എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ ഉള്ളത്, a എന്ന് പറഞ്ഞാൽ x²ൻ്റെ കൂടെ ഉള്ളത്, c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. എന്നിട്ട് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ 5 + or -√25 - 16/4 കിട്ടും, 25 - 6 √9 കിട്ടും. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 5 + 3/4 ആയിരിക്കാം, അല്ലെങ്കിൽ 5 - 3/4 ആയിരിക്കാം, അഥവാ 8/4 ആവാം, അല്ലെങ്കിൽ 2/4 ആവാം. ഒന്നെങ്കിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 1/2 ആയിരിക്കാം. അപ്പോൾ എന്താണ്, സംഖ്യ 2ഉം റെസിപ്രോക്കൽ 1/2 ആണ്, അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടാൽ മതി. അപ്പോൾ 2² + 1/2ൻ്റെ സ്ക്വയർ, 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. ഇനി അതിന് ക്രോസ് ചെയ്യുമ്പോൾ 4 × 4 എന്താവും, 16, അല്ലേ. ക്രോസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ 4 × 4 16 + 1 / 4 that is equal to 17/4 and the answer is option C, 17/4. ഓക്കെ അല്ലേ. ഇത് ക്വാഡ്രാറ്റിക്കേഷൻ വെച്ചാണ് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് ചെയ്ത് ശീലിക്കട്ടോ, കുറേ സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം സ്പീഡപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത 111ാമത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് എക്സ് which satisfy the equation 3^2x + 1 - 3x = 3x + 3 - 3² is. അതായത് 3^2x + 1 - 3x = 3x + 3 - 3². നമുക്കത് വാല്യൂസ് ഒന്ന് പുട്ട് ചെയ്ത് നോക്കാം. അതായത് 3^2 ഇൻറ്റു സ്റ്റാർ സിമ്പിൾ ഇൻറ്റുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ, സ്റ്റാർ സിമ്പിൾ ഇൻറ്റു ആണ്, അത് ഓർത്തിരിക്കും കേട്ടോ. അപ്പോൾ 2 × 1 + 1 - 3^x സ്ഥാനത്ത് 1 കൊടുത്തു, = 3^1 + 3 - 3². ഇതിനെ നമുക്ക് ചെയ്യുമ്പോൾ 3 × 2 × 1 2 + 1 3 കിട്ടും, -3^1, ഇവിടെ 3 + 1 4 - 3². അതായത് 3³ എന്ന് 3 കുറക്കുക, അതെന്ന് പറയുന്നത് 3^4 എന്ന് 3² കുറക്കുന്നതിന് സമായിരിക്കുന്നതാണ്. അതായത് 27 3 കുറക്കുന്നതും 27 × 3 അതെന്ത് വരും, 7 3 21, 2 3 6, 8 81 എന്ത് ചെയ്യണം, 9 കുറക്കുന്നത് ഈക്വൽ ആയിരിക്കും, ശരിയായിരിക്കും, അല്ല. അപ്പോൾ നമുക്ക് അടുത്തെടുക്കാം, 2 കൊടുത്ത് നോക്കിയേ, 3^2 × 2 + 1 3² - 3² = 3^2 + 3. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യുക, 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 3^2 × 2 എന്ന് പറഞ്ഞാൽ 4 + 1 5 - 3² = 3^5 - 3². രണ്ട് സൈഡിലും ഒരേപോലെ അല്ലേ, അല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ബി 2 കൊടുത്തപ്പോഴല്ലേ നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ ബി 2 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഏതാണ്, 2 ആണ്. ഇനി 112ാമത്തെ ക്വസ്റ്റ്യൻ, how many minimum number of square tile are needed to cover a rectangular floor of dimension 5.2 meter and 5.10 meter completely. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ, ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക, നമുക്ക് ചെയ്യുന്ന രീതി നോക്കാം. ഓക്കെ, നമ്മൾ 5.25 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് 525 ആക്കി. അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3 × 5 × 5 × 7 കിട്ടും. അതിൽ 3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്, 7 × 5 എന്ന് പറഞ്ഞാൽ 35 ആണ്. അതേപോലെ നമ്മൾ 5.110നെ നമ്മൾ എന്ത് ചെയ്യുക, 510 ആക്കി. അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 3 × 5 × 7. അതിന് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ 3 × 5 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും, പിന്നെ ഒരു 34, അല്ലേ. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, 15 × 35 എന്ന് പറഞ്ഞാൽ 525 ആണ്. അതേപോലെ 15 × 34 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 510 ആണ്. അപ്പോൾ ഇതിലെ 15 × 35 15 × 34 അതെടുക്കുക. അതിലെന്ത് ചെയ്യുക, നമ്മൾ 15 × 50 ചെയ്യാം. ഓക്കെ, 15 × 50 ചെയ്യാം. ഓക്കെ, 15 × 50 ചെയ്യുമ്പോൾ നമുക്ക് 225 കിട്ടും. അതേപോലെ നമുക്ക് കിട്ടുന്നത് 35 × 34 ചെയ്യാം. 35 × 34 ചെയ്യാം, എത്രയാണ്, 1119. അതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, 15 × ഒരേ സംഖ്യകൾ ഗുണിക്കുന്നത് നമ്മൾ നോക്കണ്ട,
ഡിഫറൻറ്റ് സംഖ്യകൾ ഏതാണോ വരുന്നത് അത് ഗുണിക്കുന്നതായിരിക്കും നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. അത്രയും ടൈൽസുകൾ എന്തായിരിക്കും നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം വേണ്ടി വരും? 1190. ഓക്കെ അല്ലേ? അടുത്ത 113ാമത്തെ ക്വസ്റ്റ്യൻ. What is the equation of the ellipse with foci plus or minus 40 and passing through the point 02? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നിൽക്കട്ടെ. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഞാൻ പെട്ടെന്ന് ഇക്വേഷൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. നിങ്ങൾ ലെങ്ത് ഇങ്ങനെ ഒരുപാടാകും വീഡിയോ കിട്ടും. ഓക്കെ, അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ എലിപ്സ് ഇങ്ങനെയാണ് വരിക. +C0 -C0. എക്സ് ആക്സിലാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ A0 എന്നായിരിക്കും. വൈ ആക്സിലാണെന്നുണ്ടെങ്കിൽ 0B എന്നായിരിക്കും. അപ്പോൾ ഈ പോയിന്റ് എവിടെ കിടക്കുന്നത്? വൈ ആക്സിലാണെന്നുള്ളത് മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? B ആണ്. എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/a² + y²/b² = 1 ആണ്. ഓക്കെ, a² ഉം b² ഉം സിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ c² = a² - b² ആണ്. ഓക്കെ, ഇനി ഫോസിയെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 തന്നിട്ടുണ്ട്. ഇക്വേഷനിൽ തന്നിട്ടുണ്ട് കേട്ടോ. 40 അല്ലെങ്കിൽ +or-40. അടുത്തത് പോയിന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 02. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഞാൻ പറഞ്ഞു 02 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുക. 02 എന്ന് പറഞ്ഞാൽ 0B ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. വൈ ആക്സിലാണെന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിലെ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? 20 ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ ബി ആണ് എന്ത്? 2 എന്ന് പറയുന്നത്. അപ്പോൾ സിയും കിട്ടി ബിയും കിട്ടി. അപ്പോൾ നമുക്ക് എ കാണാലോ. എന്താ? c² = a² - b² എന്നാണ്. അപ്പോൾ 4² = a² - 2² എന്ത് കിട്ടും? ഇവിടെ -2 × 2 × 4 ആണ്, അഥവാ -4 ആണ്. ആ -4നെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. 4 ന്റെ സ്ക്വയർ 16, -4 ഇപ്പുറം വരുമ്പോൾ +4. 16 + 4 എന്ത് കിട്ടും? 20 കിട്ടും. ഓക്കെ, അപ്പോൾ a² കിട്ടിയ എത്രയാ? 20 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുത്താൽ പോലെ. ഇക്വേഷൻ എന്താ? x²/a² + y²/b² = 1. x²/a² കിട്ടിയ എത്രയാ? 20. b² എന്ന് പറയുന്നത് b2 ആണ്. അപ്പോൾ 2 ന്റെ സ്ക്വയർ 4. x²/20 + y²/4 = 1. ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് x²/10 ആണ്. അപ്പോൾ അതല്ല. ഓപ്ഷൻ ബി x²/20 + y²/4 = 1. അപ്പോൾ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 6 feet man casts a shadow of 4 feet, whereas a pole next to the man casts a shadow of 36 feet. What is the height of the pole? Options തന്നിട്ടുണ്ട് 63, 72, 44, 54 and 48. അതായത് ഒരു മനുഷ്യന്റെ ഷാഡോ എന്ന് പറയുന്നത്, ഒരു മാൻ്റെ ഷാഡോ എന്ന് പറയുന്നത് 4 feet ആണ്. അതേ സമയത്ത് തന്നെ ഒരു പോൾ, അതായത് കൊടിമരം അല്ലെങ്കിൽ എന്താ പറയുക, കാല് അല്ലേ, നമ്മൾ അതിലേക്ക് വെക്കുന്ന കാല് അല്ലെങ്കിൽ കൊടിമരം എന്നൊക്കെ പറയാം നമുക്ക്. അതിന്റെ ഷാഡോ എന്ന് പറയുന്നത് 36 feet ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മാനും ഷാഡോയും തന്നിട്ടുണ്ട് അല്ലേ. മാൻ പറയുന്നത് 6 feet ആണ്, ഷാഡോ എന്ന് പറയുന്നത് 4 ആണ്. അത് തമ്മിലൊരു റേഷ്യോ ഉണ്ടാവുമല്ലോ. 6:4 എന്ന് പറയുന്നത് 3:2 ആണ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതേ സമയത്ത് തന്നെയാണ് ആ പോളിന്റെ ഷാഡോന്റെ ലെങ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ മാനിന്റെ റേഷ്യോ എത്രയാണോ, മാനും ഷാഡോയും തമ്മിലുള്ള റേഷ്യോ എത്രയാണോ അത് തന്നെ ആയിരിക്കും എന്ത് വരിക? പോളും ഷാഡോയും തമ്മിൽ വരിക. കാരണം ഒരേ സമയത്താണ് അല്ലെ. സൂര്യൻ ഒരേ സമയത്ത് എല്ലാവർക്കും ഒരേ റേഷ്യോയിലുള്ള നിലകളിലേ കൊടുക്കുള്ളൂ അല്ലെ. അപ്പോൾ ആ പോളിന്റെ ഷാഡോന്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? ഈ 3:2 തന്നെ ആയിരിക്കും. അപ്പോൾ പോളിന്റെ ഹൈറ്റ് നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്കതിനെ എക്സ് എന്നും ഷാഡോനെ നമ്മൾ 36 നിർത്തും. അതായത് 3:2 എന്ന് പറഞ്ഞാൽ x:36 ആണ്. ഓക്കെ, മാനും ഷാഡോയും പോളും ഷാഡോ ഒരേ സമയത്താണ് കേട്ടോ. അപ്പോൾ രണ്ടിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ x:36 എന്ന് പറഞ്ഞാൽ 3:2 അഥവാ മാനും ഷാഡോയും നമ്മളുടെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. ഇതിന് എക്സ് കാണാലോ. 3/2 = x/36. 36 അപ്പുറം കൊണ്ടുവരുമ്പോൾ 36 × 3, 3 × 36 സ്റ്റാർ ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ 3 × 36/2 = x എന്ന് കിട്ടും. അതിനെ നമ്മൾ ചെയ്യുമ്പോൾ 54 = x എന്ന് കിട്ടും. ഒന്നെങ്കിൽ 36/2 ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തിരിച്ച് 54 ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ എന്തായിരിക്കും? പിന്നെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടും. അപ്പോൾ 3 × 36/2 x എന്ന് കിട്ടും. അതായത് 54 = x എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഏതായിരിക്കും? 54. അതായത് എക്സ് എന്ന് പറയുന്നത് അഥവാ പോളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ഫീറ്റ്, അഥവാ 54 feet ആയിരിക്കും. ഓപ്ഷൻ സി 54. ഇനി അടുത്തത്, ഇഫ് ദ ഫിഗർ ഷോൺ ദ എ സ്ക്വയർ വിത്ത് എ ആസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സൈഡ്, വാട്ട് ഈസ് സൈൻ എക്സ്? ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ആംഗിളും തന്നിട്ടുണ്ടോ. എ എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? എ ആണ് നമ്മൾ എടുക്കാറ് സാധാരണ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ സൈഡ് എന്ത് വരും? ഈ ക്യാപിറ്റൽ എ മിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഈ സൈഡ് a/2 എന്ന് വരും.
ഇനി ഇതിൽ നിന്ന് നമ്മളോട് സൈൻ എക്സിന്റെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സൈൻ കാണാൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനസ് കാണണം ആദ്യം. അപ്പൊ h സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ ഇന്ന് ഹൈപ്പോട്ടനസ് കാണാലോ. അപ്പൊ a സ്ക്വയർ ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് കിട്ടും. അതായത് h സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇതിനെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ 4 into a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a സ്ക്വയർ പ്ലസ് a സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. അപ്പൊ 5a സ്ക്വയർ ബൈ 4. അപ്പോൾ അതിന്റെ റൂട്ട് എടുക്കുക. h വരണം. എന്താണ്? റൂട്ട് ഓഫ് 5 into a സ്ക്വയർ ബൈ 4. അതിൽ 5ന് റൂട്ട് ഇല്ല. a സ്ക്വയറിന് റൂട്ടുണ്ട്. a സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ a ആവും. 4നെ പുറത്തെടുക്കുമ്പോൾ എന്താവും? 2 ആവും. അപ്പൊ എന്ത് വരും? h ഈക്വൽ ടു റൂട്ട് 5 a/2 എന്നാവും. a സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്താണ്ട് a ആവും. 4നെ പുറത്തെടുക്കുമ്പോൾ റൂട്ട് 4 2 ആവും. അപ്പൊ h കിട്ടിയില്ലേ? ഇനി നമുക്ക് സൈൻ കാണാലോ. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് a/2 ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് റൂട്ട് 5/a/2 ആണ്. a/2 ആണ്. ഇതിനെന്ത് ചെയ്യുക? റെസിപ്രോക്കലേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ a/2 ഇൻറ്റു 2/√5. ഇതിന്ന് വെട്ടിക്കളയാനൊക്കെ കളഞ്ഞു പോയാൽ ഇതാ 2 ഇൻറ്റും ക്യാൻസൽ ആയി പോകും. 2 ഇൻറ്റും ക്യാൻസൽ ആയി പോകും. എയും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ദെൻ ബാക്കി എന്തുണ്ടാവും? 1/√5 ആൻഡ് ദ ഓപ്ഷൻ സി 1/√5. അടുത്ത് a box contain 2 washers, 3 nuts and 4 bolts. Items are drawn from the box at random, one at a time without replacement. What is the probability of drawing 2 washers first followed by 3 nuts and subsequently the 4 bolt? പറഞ്ഞ എടുത്തിട്ട് എന്ത് ചെയ്യണില്ല? റീപ്ലേസ് ചെയ്യുന്നില്ല. ആദ്യം ഒന്ന് എടുക്കുകയാണ്, പിന്നെ ഒന്ന് എടുക്കുക. അപ്പോൾ ആദ്യം എന്താണ്? ഒരു നെറ്റ് കിട്ടണം. ഡ്രോയിങ് 2 washers ഫസ്റ്റ് ഫോളോഡ്. ആദ്യം 2 washers, then 3 nuts and subsequently by 4 bolt. അങ്ങനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നതിന്റെ പ്രോബബിലിറ്റി കാണുന്നത് നമ്മൾ ഫാക്ടോറിയൽ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് കാണാം. ആദ്യം നമുക്ക് ടോട്ടൽ വൈസ് കാണാം. ടോട്ടൽ വൈസ് കാണുന്നത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ ഫാക്ടോറിയൽ കാണാം. എത്ര വരും? 2 + 3 + 4 ബൈ ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എത്ര വരും? 9 ഫാക്ടോറിയൽ. 4 3 7 7 2 9 ഫാക്ടോറിയൽ. 2 വാഷർ, 3 നെറ്റ്, 4 ബോൾട്സ്. ഓക്കെ, അപ്പൊ എന്ത് വരും? 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്? 2 വാഷർ, 3 നട്ട്സ് ആൻഡ് 4 ബോൾട്ട്. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പോൾ പ്രോബിലിറ്റി എന്ത് വരും? പോസിബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ വരും. ഓക്കെ, നമ്മളിവിടെ ഫാക്ടോറിയൽ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 9 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 4 വരെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇവിടെ 1 തൊട്ട് 9 വരെയാണ്. അപ്പോൾ 1 തൊട്ട് 4 വരെയുള്ള മൾട്ടിപ്പിൾ എന്ത് ചെയ്തു? അതും ക്യാൻസൽ ആവും. 4 ഫാക്ടോറിയലും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. അങ്ങനെയാണ് മുകളിൽ 2ഉം 6ഉം വരുന്നത്. ഇവിടെ 4 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ പോയി. ബാക്കി എന്തൊക്കെയുണ്ട്? 5 6 7 8 9 ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? വെട്ടിക്കളയാനല്ലോ. ഇവിടെ നമുക്ക് വെട്ടിക്കളയാനൊക്കെ ഉണ്ട് അല്ലേ? 6 6ഉം വെട്ടിക്കളയാം അല്ലേ? 6ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. അതേപോലെ 2ഉം 8ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 1 ആവും, ഇവിടെ 4 ആവും. എന്നിട്ട് ഇതിനെ ചെയ്താൽ മതി. 5 into 7 into 4 into 9 ചെയ്യാം. 1216 കിട്ടും. അത് ഓപ്ഷൻ സി. അടുത്ത 117ാമത്. If x plus 1 by x equal to 1, then the value of x square plus 3x plus 1 divided by x square plus 7x plus 1 is. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് x plus 1 by x equal to 1 തന്നിട്ടുണ്ട് അല്ലേ? x plus 1 by x equal to 1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? x plus 1 by x equal to 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചാണ് നമുക്കൊന്ന് ചെയ്യാം. നമുക്കിതിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x square plus 1 by x equal to 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? x square plus 1 equal to x എന്ന് കിട്ടും. അതിനെ ക്രോസ് ചെയ്യുമ്പോൾ x square plus 1 equal to x. ഇനി നമുക്ക് നമ്മുടെ തന്നിട്ടുള്ള ടേംസിലേക്ക് പോകാം. എന്താ? x square plus 3x plus 1 equal to x square plus 7x plus 1. ഓക്കെ, ഇവിടെ ഒരു x square plus 1 എന്ന് നിങ്ങൾ കണ്ടോ? x square plus 1. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? x എന്ന് എഴുതാം. ഡിനോമിനേറ്ററിലുണ്ട് എന്ത്? ഒരു x square plus 1. അതിന് നമുക്ക് എന്ത് ചെയ്യാം? x എന്ന് എഴുതാം. അപ്പോൾ x plus 3x, x plus 7x. അപ്പോൾ ഇവിടെ 4x by 8x. x cancel ആയാൽ 4 by 8. That's equal to 1 by 2. And the answer is option B. Okay, 118ാമത്തെ question. How many triangles can be formed by 11 points in a plane of which 5 are collinear? 5 collinear ആണ്, 11 points ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? 11c3 minus 5c3. ഇത് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. NCRന്റെ കോമ്പിനേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അതവിടെ കൊടുക്കുക. അപ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ.
അപ്പോൾ എന്ത് കിട്ടും 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 11 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 8 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നോക്കിയേ 11 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ 8 ഫാക്ടോറിയൽ വെച്ചാണ്ട് കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തുണ്ട് 9, 10, 11 പിന്നെ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 5 ഫാക്ടോറിയലിൽ 3 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ 3 ഫാക്ടോറിയൽ വെച്ച് കട്ട് ചെയ്ത് പോയി. ബാക്കി 4 into 5 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2. ഇതിനെ ചെയ്താൽ മതി. എന്ത് കിട്ടും 3 into 10 into 11, അതായത് 9 ഉം 6 കൂടി ക്യാൻസൽ ചെയ്താണ്ട് 9/6 പറയുന്നത് 3/2. ഓക്കെ, അതേപോലെ 4/2 എന്ന് പറയുന്നത് 2/1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 3 into 10/2. അതായത് ഇവിടെ 9 ഉം 6 ഉം ചെയ്യാം. 9നെ 6നെ ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. 3 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും. ഇനി ഇവിടെ വരുമ്പോൾ 10 ഉം 2 ഉം ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ 4 ഉം 2 ഉം ചെയ്യുമ്പോൾ ഇവിടെ 2 ഉം ക്യാൻസൽ ചെയ്യാണ്ട് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ആയി. അപ്പോൾ ബാക്കി നിന്നുണ്ട് 3 into 5 into 11 minus 10. 3 into 5 into 11 എന്ന് പറഞ്ഞാൽ 165 minus 10 155. And option C 155. അടുത്ത ക്വസ്റ്റ്യൻ, the point 31 divides the line segment joining the point 00 and 12 4 in the ratio. ഓക്കെ, നമുക്ക് അറിയാം രണ്ട് പോയിന്റുകളെ ഒരു പോയിന്റ് റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പോയിന്റിന്റെ കോർഡിനേറ്റ് കാണാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് കാണാൻ x1 plus p/w into x2 minus x1 ആണ് ഇക്വേഷൻ. അത് ഇതിൽ കൊടുക്കുക. എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് 3 1 ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 3 ആണ്. x1നെ നമുക്ക് 0 ആക്കിയിട്ട് എടുക്കാം. p/w ആണ് നമുക്ക് കാണാനുള്ളത്. x2നെ നമുക്ക് 12 ആക്കിയിട്ട് എടുക്കാം. x1 എന്ന് പറയുന്നത് 0 ഇക്വേഷനിൽ കൊടുക്കുക. 3 = 0 plus p/w = 12 minus 0. അപ്പോൾ 3 = p/w into 12 minus 0 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടും. അപ്പോൾ 12p അതായത് 3 ഈ 12നെ നമ്മൾ പ്രത്യേകം കൊണ്ടുവരാം. ഓക്കെ, 12നെ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. 12 മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇപ്പം വരുമ്പോൾ ഡിവിഷൻ ആകും. 3/12 എന്ന് പറയുന്നത് p/w, അതായത് 1/4 എന്നാണ് എന്ത് p/w. അതായത് p/q നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ p എന്ന് പറയുന്ന റേഷ്യോ ആണ്, w എന്ന് പറയുന്നത് p+q ആണ്. ഇപ്പോൾ ഇവിടെ p1 ഉം w 4 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ w എന്ന് പറയുന്നത് എന്താണ് p+q ആണ്. അപ്പോൾ നമുക്ക് q കാണാലോ. എന്ത് ചെയ്താൽ മതി, q എന്ന് പറയുന്നത് w - p, അതായത് 4 - 1 3. അപ്പോൾ റേഷ്യോ എത്രയായിരിക്കും p/q 1:3 and option C. ഓക്കെ, അടുത്ത പ്രോബ്ലംസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The figure shows a circle with center O and angle ABC equal to 70 degree and angle BOC equal to 60 degree. What is angle theta? Theta കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, OB യും OC ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, റേഡിയസ് ആണ് സർക്കിളിൻ്റെ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഈ ചിത്രത്തിൽ നോക്കി OB യും OC ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിനെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വലായിട്ട് ട്രയാങ്കിൾ ആയിട്ട് കിട്ടും. കാരണം എന്താണ്, ഈ രണ്ട് സൈഡുള്ള റേഡിയസ് ആയതുകൊണ്ട് രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. 60 60 ഓട്ടോമാറ്റിക്കലി മറ്റേ 60 തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊരു ഇക്വലായിട്ട് ട്രയാങ്കിൾ 60 ആയിട്ട് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ ആംഗിൾ 70 ആണ്. അത് 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ. ടോട്ടൽ ആംഗിൾ 60 ആണ്. അപ്പോൾ അവിടെ എത്രയായിരിക്കും? 10 ആയിരിക്കും വരിക. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ABC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ABCൻ്റെ എന്താണ് 70+, അല്ലെങ്കിൽ അവിടെ ആ ആംഗിൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കട്ടെ. ഇത് 10 ആയിരിക്കും. ഈ ആംഗിൾ നമ്മളോട് ചോദിച്ചിട്ടില്ല, ഇപ്പുറത്തെ ആംഗിളാണ്. ഈ ആംഗിൾ ടോട്ടൽ പറയുന്നത് 70 ആണ്. അപ്പോൾ ആംഗിൾ ABC എടുക്കുമ്പോൾ എന്താ, ആംഗിൾ B എന്ന് പറയുന്നത് 70. അപ്പോൾ 70 പ്ലസ് A എന്ന് പറയുന്നത് 30. ഓക്കെ, A നമുക്ക് എങ്ങനെ കിട്ടുക? ഈ ആംഗിൾ തന്നിട്ടില്ല, പക്ഷെ ഇവിടെ 60 ആണ്. അതിൻ്റെ പകുതി ആയിരിക്കും A വരുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് 60ൻ്റെ പകുതി. ഓക്കെ, 60ൻ്റെ പകുതിയാണ് 30 പ്ലസ് ഇവിടെ C എന്ന് പറയുന്ന ആംഗിൾ ടോട്ടൽ ആയിട്ടാണ് അല്ലേ. 60 പ്ലസ് തീറ്റ, അതാണ് 60 പ്ലസ് തീറ്റ. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ 180 കിട്ടും. അപ്പോൾ 70 പ്ലസ് 30 100 പ്ലസ് 60 160. അപ്പോൾ 180 നിന്ന് 160 പോയാൽ തീറ്റ ഈക്വൽ ടു 20. ഓപ്ഷൻ C 20. ഇനി അടുത്ത നമുക്ക് എന്താ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലംസ് എന്ന് കഴിഞ്ഞ ഫെബ്രുവരി എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 121ാമത്തെ ക്വസ്റ്റ്യൻ. ദ അണ്ടർലൈങ് ഫിലോസഫി ഓഫ് പ്രൊജക്ട് മെത്തേഡ്. ഓപ്ഷൻ എ ഐഡിയലിസം, റിയലിസം, എക്സിസ്റ്റൻഷ്യലിസം ആൻഡ് പ്രാഗ്മാറ്റിസം. ദ അണ്ടർലൈങ് ഫിലോസഫി ഓഫ് പ്രൊജക്ട് മെത്തേഡ് ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി പ്രാഗ്മാറ്റിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് പ്രീവിയസ് നോളജ് ഫോർ ലേണിംഗ് ദ ടോപ്പിക് പോളിനോമിയൽസ്. പോളിനോമിയൽസ് പഠിക്കാനുള്ള പ്രയർ നോളജ് അഥവാ പ്രീവിയസ് നോളജ് എന്താണ്? അൾജിബ്രായിക് ഫ്രേസസ്, ഹോൾ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഓൾ ദി അബോവ്. പോളിനോമിയൽസ് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ പ്രയർ നോളജ് ആണ് അഥവാ പ്രീവിയസ് നോളജ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്? അൾജിബ്രായിക് ഫ്രേസസ് ആണോ, ഹോൾ നമ്പേഴ്സ് ആണോ, റിയൽ നമ്പേഴ്സ് ആണോ, അതോ മൂന്നും അറിഞ്ഞിരിക്കണം?
പോളിനോമിയൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് അറിഞ്ഞിരിക്കണം. അൾജിബ്രായിക് ഫ്രേസസ് അറിയണം, ഹോൾ നമ്പർ അറിയണം, റിയൽ നമ്പേഴ്സ് അറിയണം, അഥവാ ഓൾ ദി എബവ്. ഓപ്ഷൻ ഡി ഓൾ ദി എബവ് ആണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a model of teaching, the guidelines for teachers' response to the learner is the principal reaction, syntax, support system, social system. In a model of teaching, the guidelines for the teacher's response to the learner is the principle of reaction, syntax, support system, social system. ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. അടുത്ത 124ാമത്തെ ക്വസ്റ്റ്യൻ. ഗോൾഡ്ബാക്സ് കൺജക്ടർ is one of the contribution of option A Aryabhatta, Bhaskaracharya, Ramanujan, Brahmagupta. Goldbach's conjecture ഇത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, രാമാനുജൻ. നമ്മുടെ മാത്സിലുള്ളൊരു എന്താണ് ഗോൾഡ്ബാക്സ് കൺജക്ടർ എന്ന് പറയുന്നത്? അതെന്ന് പറയുന്ന ഒരു എന്താ ബെസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അൺസോൾവ്ഡ് പ്രോബ്ലംസ് ഇൻ എ നമ്പർ തിയറി ആൻഡ് ഓൾ ഓഫ് മാത്സ്. അൺസോൾവ്ഡ് പ്രോബ്ലം എന്ന നമ്പർ തിയറി അല്ലെങ്കിൽ ഓൾ ഓഫ് മാത്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഓൾഡസ്റ്റ് മെത്തേഡാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഗൂഗിൾ ചെയ്ത് അതിനെക്കുറിച്ച് കുറേ കിട്ടും, കുറേ നമ്പറൊക്കെ ഉണ്ട് അതിൻ്റെ. അതായത് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് എവരി ഈവൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 2 ഈസ് ദ സം ഓഫ് 2 പ്രൈംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാം, എത്രയാണ് അത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗോൾഡ്ബാക്സ് കൺജക്ടർ ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ രാമാനുജന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അടുത്ത് വരുന്നത് 125ാമത്തെ ക്വസ്റ്റ്യൻ. അൾജിബ്ര ഇസ് ദ continuation and generalization of geometry, arithmetic, trigonometry, analytic geometry. അൾജിബ്ര വരുന്ന ഇതിലായിരിക്കും? ജോമെട്രിയിലാണോ, അരിത്തമെറ്റിക്കിലാണോ, ട്രിഗണോമെട്രിയിലാണോ, അനലറ്റിക് ജോമെട്രിയിലാണോ? അൾജിബ്ര വരുന്നത് ഓപ്ഷൻ ബി, അരിത്തമെറ്റിക്. അടുത്ത 126ാമത്തെ ക്വസ്റ്റ്യൻ. സമ്മേറ്റീവ് അസസ്മെന്റ് ഈസ് യൂഷ്വലി ഡൺ ത്രൂ. സമ്മേറ്റീവ് അസസ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലാബ് ആക്ടിവിറ്റി, പ്രൊജക്ട് വർക്ക്, റിട്ടൺ ടെസ്റ്റ്, അസൈൻമെന്റ്. സമ്മേറ്റീവ് അസസ്മെന്റ് എങ്ങനെയായിരിക്കും? സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സമ്മേറ്റീവ് അസസ്മെന്റ് റിട്ടൺ ടെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ, തെറ്റിപ്പോയില്ല. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, റിട്ടൺ ടെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഞാനതിൻ്റെ എന്താ സ്ലൈഡിൽ ഇത് കൊടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. സമ്മേറ്റീവ് അസസ്മെന്റ് വരുന്നത് റിട്ടൺ ടെസ്റ്റിലാണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. സമ്മേറ്റീവ് അസസ്മെന്റ് അതിൻ്റെ ഇത് കൊടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. ഓപ്ഷൻ സി റിട്ടൺ ടെസ്റ്റ് ആണ് വരുന്നത്. അതിൻ്റെ ആനിമേഷൻ കൊടുത്തപ്പോൾ ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ, സോറി. അപ്പോൾ സമ്മേറ്റീവ് അസസ്മെന്റ് ഈസ് യൂഷ്വലി ഡൺ ത്രൂ റിട്ടൺ ടെസ്റ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ആനിമേഷൻ മാറിയിട്ടുണ്ട്, ബി ആണ് വരുന്നത്. പക്ഷെ ബി അല്ല, സി ആണ്, റിട്ടൺ ടെസ്റ്റ് ആണ് കേട്ടോ. അടുത്ത 127ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലോവസ്റ്റ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു പിയാഷെ. ഇനാക്റ്റീവ്, സെൻസറി മോട്ടോ, സിംബോളിക്, ഫോമൽ ഓപ്പറേഷൻ. ഏതായിരിക്കും? ഓപ്ഷൻ ബി, സെൻസറി മോട്ടോ. അടുത്ത ടെക്സ്റ്റ് ബുക്ക്, സ്റ്റുഡന്റ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബുക്ക്. ഓപ്ഷൻ എ ടീച്ചർ, പാരന്റ്, ലേണർ, ലീഡേഴ്സ്. ഏതായിരിക്കും ഹാൻഡ് ബുക്ക് വരുന്നത്? ഹാൻഡ് ബുക്ക് ടീച്ചർ. അടുത്ത് അണ്ടർസ്റ്റാൻഡിങ് is an objective under cognitive domain, affective domain, psychomotor domain, pragnostic domain. Which one? Understanding is a cognitive domain. Next question. The Roman numerals corresponding to 2125. ഇതിൽ ഏതായിരിക്കും റോമൻ ന്യൂമറിക്കൽസ്? ഈ റോമൻ ന്യൂമറിക്കൽസ് സാധാരണ ചോദിക്കുന്നത് ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഐ, വി, എക്സ്, എൽ, സി, ഡി, എം. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ. ഇങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഐ എന്ന് പറയുന്നത് 1 ആണ്, വി എന്ന് പറയുന്നത് 5 ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്, എൽ എന്ന് പറഞ്ഞാൽ 50 ആണ്, സി എന്ന് പറഞ്ഞാൽ 100 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 500 ആണ്, എം എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ ഇവിടെ 2000 ആണ്. അപ്പോൾ എന്തുണ്ടാവും? 2 എം ഉണ്ടാവും. 2 എം വരുന്ന ഏതൊക്കെയുണ്ട്? ഒന്നെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കാം. പിന്നെ ഒരു 100 ആണ്, ഒരു 100, 100 എന്താണ്? 100 വരുന്നത് എത്രയാ? 100 വരുന്നത് സി. അപ്പോൾ 2 എം സി രണ്ടിലുണ്ട്. പിന്നെ ഉള്ളത് 220 ആണ്. അപ്പോൾ 2 10 ഇതാ 2x. 2x ഇതാ ഇവിടെ ഉള്ളൂ, ഇവിടെ ഒരു എക്സേ ഉള്ളൂ. ഇവിടെ 2 5 ആണ്. 2 5 ഇവിടെ അല്ല, ഇവിടെ ഒരേ 5 ഉള്ളൂ. അപ്പോൾ 2x 2 5 ഏതായിരിക്കും? ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ പഠിച്ചിരിക്കും കേട്ടോ. ഐ, വി, എക്സ്, എൽ, സി, ഡി, എം. 1 5 10 100 100 500 1000.
At the root 2 is irrational, is a contribution of Indians, Babylonians, Pythagoreans, Egyptians. And the answer is option C, Pythagoreans. Which is not a merit of synthetic method. Which is not a merit of synthetic method. It is logical. It is short and elegant. It makes the learners passive listeners. It facilitates speed and efficiency. Which is not a merit. Not a merit. Merit allathathu. C aanadil merit allathathu. It makes the learners passive listeners. The next question. Purpose of assigning follow-up activity in a mathematics class is to discuss with others about the topic, to remain engaged in leisure times, to recapture the what has been learned in the class, to study at home. And the correct answer is option C, to recapture what has been learned in the class, to recapture what has been learned in the class. The purpose of assigning follow-up activity in mathematics class is to recapture what has been learned in mathematics. Okay, purpose of assigning the follow-up activity in mathematics class is to recapture what has been learned in. Next question. Which is not a characteristics of continuous and comprehensive evaluation? Increase the workload of students by taking multiple tests. B, assigning grades for tasks. And C, evaluating every aspects of the students. And option D, reduce examination phobia of students. Which is not a characteristics. Characteristics allathathu. Idil edayirikkum? Continuous and comprehensive evaluation characteristics allathathu. Okay, increase the workload of student by taking multiple tests. Next question. A teacher asks questions occasionally while she or he is teaching. It is done as a part of norm reference evaluation, criterion reference evaluation, summative evaluation, and formative evaluation. A teacher asks questions occasionally while she or he is teaching. It is done as a part of, and the correct answer is option D, formative evaluation. Next one. The repetition of fundamental ideas in building the structure of mathematics is known as psychological arrangement, cyclic arrangement, topical arrangement, and logical arrangement. The repetition of fundamental ideas in building the structure of mathematics is known as option B, cyclic arrangement. Next one. Jean Piaget is known for behaviorism, social behaviorism, cognitive constructivism, social constructivism. And the correct answer is option C, cognitive constructivism. Jean Piaget is known for cognitive constructivism. Next one. Achievement tests are most commonly used for the purpose of selecting for job, assessing the amount of learning, selecting for new course, identifying weakness of learning. Assessment, achievement test ഒക്കെ നമ്മൾ ചെയ്തതാണ് അല്ലേ, ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനായിരിക്കും? ഒരു ജോബ് സെലക്ട് ചെയ്യാനാണോ, അതോ എമൗണ്ട് ഓഫ് ലേണിങ്ങിനാണോ, അതോ ന്യൂ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനാണോ, അതോ വീക്ക്നെസ് ഓഫ് ലേണിങ്ങിനാണോ? എമൗണ്ട് ഓഫ് ലേണിംഗ്, അസസിങ് ദ എമൗണ്ട് ഓഫ് ലേണിംഗ്. Who applied the concept of action research in the field of education for the first time? Blackwell, John W. Best, James Wickham, Stephen M. Curry. And the correct answer is option D, Stephen M. Curry. Who applied the concept of action research in the field of education for the first time. And the next question. The teacher speaks and the student listen refers to which method of teaching? Lecture, analytic, heuristic, and inductive. Teacher speaks and the student listen. Which one? Lecture method. Next one. Inquiry training model of teaching was developed by Richard Suchman, Jerome S. Bruner, David P. Ausubel, Jean Piaget. Inquiry training model of teaching was developed by, and correct answer is option A, Richard Suchman. And the next question. Which is most appropriate in constructives in mathematics class? Teacher explain the problem and solves. Option B, teacher tells the students to solve the problem by themselves. And teacher facilitates the students to solve the problem by themselves.
And option D, teacher gives the problem as a follow-up activity, which is most appropriate in a constructivist mathematics class. And the correct answer is option C, teacher facilitate the student to solve the problem by themselves. Okay, constructivism എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്നത് അല്ല. അപ്പോൾ ടീച്ചർ ഫെസിലിറ്റേറ്റ് ദ സ്റ്റുഡൻറ് ടു സോൾവ് ദ പ്രോബ്ലം ബൈ ദംസെൽവ്സ്. നെക്സ്റ്റ് വൺ, validity of a test refers to consistency, purposiveness, trustworthiness, comprehensive. And validity of a test refers option B, purposiveness. And next one, mathematics help to develop the quality like punctuality, simplicity, regularity, and self-confidence. This statement is related to moral value, disciplinary value, cultural value, social value. Which one? And option B, disciplinary value. Next one, which among the following is the highest level of cognitive ability? Understanding, analyzing, evaluating, knowing. Highest level of cognitive ability, which one? And the answer is option C, evaluating. Next one, curriculum in mathematics should not be taken as A, rigid pattern, B, flexible pattern, C, dynamic pattern, and comprehensive pattern. Curriculum in mathematics should not be taken as a rigid pattern. Rigid pattern ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല, should not be taken. And next one, which one of the following is mostly related to effective teaching? Structuring, using student ideas, questioning, instructional variety. And the correct answer is instructional varieties. Next one, hierarchy of learning is related to the psychologists Gagne, Skinner, Maslow, Brunner. Gagne's hierarchy എന്ന് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ എ, Gagne. And 149, remedial frames are associated with linear programming, branching programming, mathematics, none of this. Remedial frames are associated with branching programming. The final question, learning outcome means desirable change in the A, content, B, evaluation technique, C, learning strategy, and D, learner behavior. And the correct answer is learning outcome means desirable change in the learner behavior. അപ്പോൾ എന്താ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തു. ഇതും ഏകദേശം 1 മണിക്കൂറിനടുത്ത് ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ ദിവസത്തെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ടെക്നിന് പ്രിപ്പയർ ചെയ്യുന്ന മാത്സ് സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ ഫെബ്രുവരിയിൽ ചോദിച്ചിട്ടുള്ള മാത്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ നമ്മൾ ചെയ്തു. അതേപോലെ സൈക്കോളജി ചെയ്തു, ഇംഗ്ലീഷ്, മലയാളം ഇത് നമ്മൾ ചെയ്തു. ഇതൊക്കെ ശരിക്ക് പഠിക്കുക. ഇനിയും കുറേ വീഡിയോസ് കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ തന്നെ. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.